അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ്. അതായത് ഇതെന്താണ്, ഒരു ഐട്രേറ്റീവ് ടൈപ്പാണ് അല്ലെ. ഐട്രേറ്റീവ് സിഫറിന് എക്സാമ്പിൾ ആണ്. നമ്മൾ എങ്ങനെയാണ് ഐട്രേറ്റീവ് സിഫർ ഇതാ ഈ മോഡലാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഐട്രേറ്റീവ് സിഫർ ഈ മോഡലായിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കുഞ്ഞാപ്പ് അല്ലേ, എക്സ് സഫിക്സ് ഇന്നർ പ്രോഡക്റ്റ് ഐ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് ആയി എന്ന് ഞാൻ വിളിക്കുന്ന കേട്ടോ. ഓക്കെ, സഫിക്സ്. ഓക്കെ, അപ്പം ഇതിൽ എക്സ് സഫിക്സ് ഇന്നർ പ്രോഡക്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 to L വരെ i ഈക്വൽ ടു എവിടെ മുതൽ എവിടെ വരെ ഉണ്ടാകുക, 1 to m വരെയാണ് ഉണ്ടാവുക കേട്ടോ. i ഫ്രം 1 to m വരെ ഉണ്ടാവുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് ഇന്നർ പ്രോഡക്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് കിട്ടുന്നത്, നമുക്ക് 1 മുതൽ L വരെ. അടുത്തത് x2 എന്ന് പറയുന്നത് L+1 മുതൽ 2L വരെ. x3 എന്ന് പറഞ്ഞാൽ 2L+1 മുതൽ 3L വരെ. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ SPN എന്താണ്, നെറ്റ്വർക്ക് അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക്, സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്ക് എന്താന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അവിടെ 2 എലിമെന്റുകൾ L-ഉം M-ഉം ഉണ്ടാവും. അതുപോലെ NR, നമ്പർ ഓഫ് റൗണ്ട് കീ എത്ര നമ്പർ ഓഫ് റൗണ്ട് കീ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അവിടെ 2 പെർമ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പെർമ്യൂട്ടേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷനും ഒന്ന്, അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എന്നാണ് ഇതിന് പറയുക, എസ് ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് എന്നും മറ്റേതിനെ പി ബ്ലോക്ക് എന്നും പറയും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ പൈ ഓഫ് എസ് എന്ന് പറയുന്നത്, പൈ എസ് എന്ന് പറയുന്നത് 0,1 L to 0,1 L-ലേക്ക് അല്ലേ, L-ലേക്കാണ്. അതായത് L ടപ്പിൾസ് ഇസിന്റ്, അതാണ് നമ്മൾ കൺസെപ്റ്റ്. ഓക്കെ, L ടപ്പിൾസ് വരുന്നതിനെ എന്ത് ചെയ്യാണ്, മാപ്പ് ചെയ്യുക. ഓക്കെ, പെർമ്യൂട്ടേഷൻ അതിലുള്ള അറേഞ്ച്മെന്റ്, L ടപ്പിൾസിലെ അറേഞ്ച്മെന്റ്. ഓക്കെ, പിന്നെ ഉള്ളത് പി എന്ന് പറയുന്നത് നമ്മൾ LM-ലുള്ള അറേഞ്ച്മെന്റ്, അതായത് 1 to LM വരെ എന്തായിരിക്കും നമുക്കറിയാം. അപ്പൊ അതിലുള്ള അറേഞ്ച്മെന്റ് അതിലുള്ള പെർമ്യൂട്ടേഷൻ. പിന്നെ ഉള്ളത് നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടി, പ്ലെയിൻ ടെക്സ്റ്റും വേണം, അതുപോലെ തന്നെ സിഫർ ടെക്സ്റ്റും വേണം. പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റും LM-ൽ, അതായത് എത്രയാണോ എലിമെന്റ് ഉള്ളത് വെച്ചാൽ അത്രയും എലിമെന്റിനെയാണ്. അതുപോലെ കീ ഉണ്ടായിരിക്കും. കീ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, NR എത്ര സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ റൗണ്ട് കീന്റെയും അതുപോലെ തന്നെ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ആയിരിക്കും കൂടുതലും ഉണ്ടാവാറുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും, അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടുതലും 32 ബിറ്റ്, സാധാരണഗതിയിൽ 32 അല്ല 128 ബിറ്റൊക്കെയാണ് കീയും എല്ലാം ഉണ്ടാവുക, ഓരോന്നും ഉണ്ടാവാറുള്ളത്. കാരണം എന്നാൽ മാത്രമേ ഡീകോഡിങ് ബാക്കിയുള്ളവർക്ക്, കാരണം ഒരു പുറത്തുനിന്നുള്ള ഒരു ഹാക്കർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല. നമ്മളുണ്ടാക്കുന്ന കോഡിങ്ങിനെയും ഡീകോഡ് ചെയ്യാൻ കഴിയരുത്. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡീകോഡിംഗ് ഒക്കെ കുറഞ്ഞ സാധനം ഉണ്ടാവും. 32 ബിറ്റൊക്കെ വരുമ്പോൾ സിമ്പിൾ ഡീകോഡിംഗ് ആയിരിക്കും. അപ്പോൾ 128 ബിറ്റൊക്കെയാണ് ഏറ്റവും കുറച്ച് വലിയ, അതിൻ്റെ മുകളിലോട്ട് മിനിമം 128 ഒക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മളുടെ കോഡിംഗ് ഒക്കെ പെർഫെക്റ്റ് ആവുള്ളൂ. ഓക്കെ, വേറൊരാൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റാതെ പോകും. ഓക്കെ, അപ്പം കൺസിസ്റ്റ് ഓഫ് ഓൾ പോസിബിൾ കീസ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ സബ് കീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റൗണ്ട് കീസ് K1 K2 KNR+1 വരെ ഉണ്ടാവും അല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ SPN-ന്റെ അൽഗോരിതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ്. എന്തായിരുന്നു, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് വേണം, അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ വേണം, വേറൊരു പെർമ്യൂട്ടേഷൻ വേണം, അതുപോലെ തന്നെ കീസും വേണം. അങ്ങനെയാണെങ്കിൽ എന്താണ് അൽഗോരിതം ഓഫ് SPN-ന്റെ അൽഗോരിതം? ഐട്രേറ്റീവ് മെത്തേഡാണ്. അപ്പൊ എക്സിൽ നിന്നും എങ്ങോട്ട് പോകും, W0 പോകും. പിന്നെ ഫോർ ലൂപ്പ് ആണ്. R എവിടെ മുതൽ 1 to NR മൈനസ് റൗണ്ട് കീ, നമ്പർ ഓഫ് റൗണ്ട് കീസ് -1 വരെ എന്ത് പോകും, WR മൈനസ് പ്ലസ്. ഇത് എക്സോറിംഗ് ആണ്. എന്താണ് എക്സോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എക്സോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 0 1 0 0 1 1 0 ആണ് എങ്കിൽ എക്സോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ളതാണ് എങ്കിൽ 0-യും ഡിഫറെന്റ് ആയിട്ടുള്ളതാണെങ്കിൽ 1-ഉം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് XOR ഓപ്പറേഷൻ എന്ന് പറയുന്നത്. XOR ഓപ്പറേഷൻ.
ഓക്കെ. അപ്പം 0 0 എന്ന് പറയുമ്പോൾ 0 സെയിം തന്നെയാണ്, 0 ഡിഫറെന്റ് ആണ്, 1 ഡിഫറെന്റ് ആണ് 1. അപ്പൊ 1 1 0 0 ആണ് ഇതിന്റെ റിസൾട്ട് വരും. ഓക്കെ, എക്സോറിങ്ങിന്റെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം WR മൈനസ് എക്സോറിങ് KR ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് UR കിട്ടും. പിന്നെ ഐക്ക് 1 to m കൊടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിൽ ഓരോടെ URIയും അല്ലേ ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ VRIയിലേക്ക് മാപ്പ് ചെയ്യും. അതായത് പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈഎസ് പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. പിന്നെ പൊസിഷൻ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ WRയിലൊക്കെ എത്തും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ലാസ്റ്റ് വണ് കീ കൊടുത്തിട്ടുണ്ടെങ്കിൽ UNRയിലൊക്കെ എത്തും. പിന്നെ എന്ത് ചെയ്യണം, പിന്നെയും പെർമ്യൂട്ടേഷൻ ചെയ്യണം അല്ലെ, ബൈഓഫസ് പെർമ്യൂട്ടേഷൻ ചെയ്തിട്ട് VNRയിലൊക്കെ എത്തും. VNRയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, VNR പ്ലസ് കീയിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ WNR എന്ന് പറയുന്നതാണ്. നമ്മൾ ലാസ്റ്റത്തെ ആളെയാണ് എന്ത് പറയുന്നത്, KNR പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എക്സാമ്പിൾ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു SPN നെറ്റ്വർക്കിന്റെ ഒരു ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മളുടെ കയ്യിൽ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, അത് അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ പ്ലെയിൻ ടെക്സ്റ്റ് ഇത് എത്ര ബിറ്റാണ്, 1 2 4 4 1 2 3 4. അപ്പൊ ഇതൊരു 4 × 4 എന്ന് പറഞ്ഞാൽ 16 ബിറ്റിന്റെ ഒരു കോഡിംഗ് SPN നെറ്റ്വർക്കാണ്. 16 ബിറ്റാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാതെ എന്നിട്ട് കീ 1 കൊടുക്കും. കീ 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്നിട്ട് U1 കിട്ടും അല്ലെ. U1 എക്സോറിങ് ചെയ്യുമ്പോൾ U1 കിട്ടി. ഈ U1നെ പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് S1 S2 എന്ന് പറയുന്ന ഈ 3 S4 ബ്ലോക്കുകൾ 4 ബ്ലോക്കാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് V1 കിട്ടും. ഈ V1ൽ നിന്നും നമ്മൾ പിന്നെയും പെർമ്യൂട്ടേഷൻ അല്ലെ, എന്ത് പെർമ്യൂട്ടേഷൻ, പ്ലെയിൻ ബ്ലോക്ക് പെർമ്യൂട്ടേഷൻ, P പെർമ്യൂട്ടേഷൻ അല്ലെ, S പെർമ്യൂട്ടേഷനും P പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ 16 പൊസിഷനിലൊക്കെ മാറും ആ നമ്പറുകൾ. അറിയൊക്കെ അറിയണം. അങ്ങനെ നമുക്ക് W1 കിട്ടും. പിന്നെ W1ൽ നമ്മൾ കീ അപ്ലൈ ചെയ്യുമ്പോൾ U2 കിട്ടും അല്ലെ. രണ്ടാമത്തെ കീ അപ്ലൈ ചെയ്യുമ്പോൾ U2 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, S പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യും. S പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 4 ബ്ലോക്കുകൾ കിട്ടും, S ബ്ലോക്കുകൾ കിട്ടും, 4 S ബ്ലോക്കുകൾ. ഓക്കെ, 4 S ബ്ലോക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി V2 കിട്ടണം. എങ്ങനെയാണ് V2 കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V2 നമുക്ക് കിട്ടുക UR നിന്നും കിട്ടുന്ന സാധനമാണ് V2 അല്ലെ. U2 നിന്നും കിട്ടുന്നതാണ് V2 S പെർമ്യൂട്ടേഷൻ ചെയ്തിട്ട്. ഇനി P പെർമ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് W2ലെത്തും. അങ്ങനെ വീണ്ടും മൂന്നാമത്തെ കീ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് മൂന്നാമത്തെ കീ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ U3 കിട്ടും. അങ്ങനെ U3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും S പെർമ്യൂട്ടേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, V3 കിട്ടും. അങ്ങനെ V3ക്ക് പിന്നെയും എന്ത് പെർമ്യൂട്ടേഷൻ, P പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ W3 കിട്ടും. പിന്നെ കീ 4. അങ്ങനെ കറസ്പോണ്ടിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ചെയ്താണ് ഇങ്ങനെ ചെയ്ത് അവസാനം കീ എത്രാമത്തെ കീയാണോ കൊടുക്കുന്നത്, അവസാനത്തെ കീ കൊടുത്തിട്ട് കിട്ടുന്ന കുഞ്ഞാപ്പുവാണ് എന്ത്, Y എന്ന് പറയുന്നത്. ഓക്കെ, കീ എന്ന് പറയുന്നത് Y എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അവസാനം കൊടുത്തിട്ട് കിട്ടുന്നതാണ് Y നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എക്സാമ്പിളാണ്. എങ്ങനെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം അല്ലേ. എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് എക്സാമ്പിൾ കൺസിഡർ അല്ലെങ്കിൽ ലെറ്റ് അല്ലെങ്കിൽ സപ്പോസ്. ഞാൻ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. സപ്പോസ് കൊള്ളായില്ലേ, സപ്പോസ് ഒക്കെ എഴുതി
ഒരു സുഹൃത്തുക്കളുടെ സപ്പോസ് എന്ത് എടുത്തു എം ഒക്കെ NR ഈക്വൽ ടു എന്താണെന്ന് എടുത്തു 4 എടുത്തു. ഓക്കെ 4 എടുത്തു. അങ്ങനെ 4 എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം അപ്പൊ ടോട്ടൽ എലമെന്റ് എക്സ്പ്ലെയിൻ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര എലമെന്റ് ഉണ്ടാവും, എത്ര ബിറ്റ് ആയിരിക്കും ഇത്? L × M ഈക്വൽ ടു LM ഈക്വൽ ടു 4 × 4 16 എലമെന്റ് ഉണ്ടാവും അല്ലെ, 0s and 1s അല്ലെ, എല്ലാം ടപ്പിൾസ് അല്ലെ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യാം. പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന 16 എലമെന്റ് ആണ്. ഇതിലുള്ള എലമെന്റ് ഒരു X എന്ന് പറയുന്ന എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 1 0 1 0 0 0 1 ഇതൊരു എക്സാമ്പിൾ ചെയ്തേട്ടോ. 1 0 0 1 പിന്നെന്താണ് 1 1 0 ഇതെത്ര 1 2 3 4 ഇവിടെ 5 എണ്ണായിപ്പോയില്ലേ. ഓക്കെ 16 എണ്ണായില്ലേ, 16 ബിറ്റായി അല്ലേ. ഇങ്ങനെയാണ് ഇതിലുള്ള എലമെന്റ് ഉണ്ടാവുക. അതായത് 4 എലമെന്റ് ഉള്ള 4 പാറ്റേണുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 16 ബിറ്റ് ആയിരിക്കും ഇതുണ്ടാവുക. ഇങ്ങനെയുള്ള എലമെന്റ് ആയിരിക്കും ഏതിലുണ്ടാവുക, നമ്മൾ എടുക്കുന്ന സെറ്റിൽ ഉണ്ടാവുക, പ്ലെയിൻ ടെക്സ്റ്റിന് ഉണ്ടാവുക, അതുപോലെ തന്നെ സിഫർ ടെക്സ്റ്റിന് ഉണ്ടാവുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഈ എലമെന്റിനെ നമ്മൾ ഇതിൽ ഓരോന്നിനെയും S ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലോക്കാണ്, S1 ആണ്, ഇത് S2 ആണ്, ഇത് S3 ആണ്, ഇത് S4 ആണ്. ഓക്കെ S4 ഇത് S2 ഇത് S3. ഇതൊന്നും എഴുതണമല്ലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതിലുള്ള പെർമ്യൂട്ടേഷനെ, ഇതിന് തന്നെ സ്വന്തമായിട്ടുള്ള പെർമ്യൂട്ടേഷനെയാണ് നമ്മൾ πS എന്ന് പറയുന്നത്. ഈ 4 പൊസിഷനിലുള്ള പെർമ്യൂട്ടേഷൻ. ഓക്കെ 4 പൊസിഷനിലുള്ള പെർമ്യൂട്ടേഷനെയാണ് πS എന്ന് പറയുന്നത്. പിന്നെ ഇത് ഓരോന്നിലും ഈച്ച്, അതായത് 16 എണ്ണത്തിലുള്ള പെർമ്യൂട്ടേഷനെയാണ് πP എന്ന് പറയുന്നത്. ഓക്കെ ഓർ നോട്ട്? ഓക്കെ പൊസിഷനിലുള്ള പെർമ്യൂട്ടേഷൻ. ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്, ഇത് നിങ്ങൾ എഴുതണമെന്നില്ല, ഇത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. S1 S2 ആണ് എന്ന് പറഞ്ഞേ ഉള്ളൂ, അത് എഴുതണമെന്നില്ല. ഇനി നമുക്ക് എന്താണ്, ഇനി ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ സപ്പോസ് let Z be the input Z ആണ് ഇൻപുട്ട് എങ്കിൽ ഞാൻ ഒരു ഐഡിയ ചെയ്യാൻ, ഇവിടെ 4 പാറ്റേൺ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 0 0 0 1 പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 0 0 0 1 2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 0 0 1 0 3 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 0 1 0 0 4 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനിപ്പം ഇതിന്റെ പെർമ്യൂട്ടേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഇതിന്റെ പെർമ്യൂട്ടേഷനുകളാണ്. ഓക്കെ പെർമ്യൂട്ടേഷൻ അതായത് 0 0 അത് ഞാൻ ഉണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇവിടെ 4 എലമെന്റ് ആണ് ഒരു ഇതിൽ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നൊട്ടേഷനാണ്. നമുക്ക് എങ്ങനെയും നൊട്ടേറ്റ് ചെയ്യാം, പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് മാറിപ്പോകരുത്. അറിയോ? ഓക്കെ പറഞ്ഞോ? 4 എന്ന് പറയുന്നത് എന്തായിട്ട് ഇപ്പൊ ഞാൻ കൊടുക്കും, 4 ആണ് അല്ലേ. 1 0 0 0 ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. 5 ഈക്വൽ ടു ഞാൻ ഇനി അടുത്ത് മാറ്റിയാണ്, ഇനി 1 0 0 ആയി അല്ലേ. ഇനി അടുത്ത് 1 0 0 1 5 കുഴപ്പമില്ലല്ലോ, കാരണം 0 0 ആയി 1 0 0. ഇനി അടുത്തത് വരുന്നത് 6 ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു, 1 0 1 0. ഇനി 7 ഈക്വൽ ടു എന്ത് കൊടുത്തു, ഇനി 1
100. 8 എന്ന് പറയുന്നത് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എവിടെ എത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ലുള്ളത് 1000 ഇവിടെ എത്തി. ഇനി 001 അത് ഇതിലില്ലല്ലോ, 001 ഇല്ല. ഇനി അടുത്തത് 8 ആയി. ഇനി 9 അല്ലേ? 9 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതാ എടുക്കുക? 9 101 അപ്പുറത്തും വന്നിട്ട് നടുവിൽ വന്നു. പിന്നുള്ളത് ഇപ്പുറത്തെ സൈഡ് വന്നു, പിന്നെ അപ്പുറത്തെ സൈഡ് വന്നു. ഇത് പിന്നെ ഈ സൈഡിലും വന്നു. പിന്നെ അടുത്തത് ഇവിടെ ഒരു കുഞ്ഞാപ്പ് കിട്ടാണ്ട് ഈ 0 അപ്പുറത്തേക്ക് വന്നിട്ടുള്ളത് 0101 അത് എവിടെയില്ലല്ലോ. പിന്നെ അടുത്തത് 10ാമത്തത് ഏതാ വരാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 0 നടുവിൽ വരുന്ന വന്നിട്ടില്ല. 0011 അപ്പുറത്ത് വന്നു. 00 നടുവിൽ വന്നു. 11 നടുവിൽ വന്നിട്ടില്ല. അപ്പൊ 10ാമത്തത് 10 10 = കൊടുക്കാം. അതെ, ഞാൻ A = കൊടുക്കും. കാരണം അതുകൊണ്ട് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരാതെക്കാൻ പ്രശ്നം ഉണ്ടാവും. 10 കൊടുക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല അല്ലെ, 10 തന്നെ കൊടുക്കുക. അതാണ് ഡൗട്ട് കുറയാം. അപ്പൊ നമുക്ക് ഏതാ കിട്ടുക? 0110. ഇനി ഇതിലത്തെ കഴിഞ്ഞില്ലേ 10 ആയി. മൊത്തം എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാകുക? 4 എണ്ണത്തിലുള്ള പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4 പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് വരിക? പോസിബിലിറ്റീസ് ആണ് കേട്ടോ, പെർമ്യൂട്ടേഷൻ അല്ല, പോസിബിലിറ്റീസ്. അതായത് 1ഉം 2ഉം ഡൈ ചെയ്തിട്ടുള്ള 1,0 ചെയ്തിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മൾ ഇപ്പോൾ എഴുതുന്നത് സത്യത്തിൽ. അപ്പൊ 16 പോസിബിലിറ്റീസ് ഉണ്ടാവും അല്ലേ? 2:4. അപ്പം 2:4 ആകുമ്പോൾ അല്ലേ, 2:4 ആകുമ്പോൾ അല്ലേ അറിയാം. 2:4 ആകുമ്പോൾ 2 അപ്പം 4 ആകുമ്പോൾ 16. ഓക്കെ, അപ്പൊ 16 എണ്ണം വരണം. അപ്പൊ ഇപ്പൊ എത്ര എണ്ണായി? 11 എണ്ണായി. 0 മുതൽ 10 വരെ പറയുമ്പോൾ 11 എണ്ണായി. ഇനി 12ാമത്തെ നമുക്ക് 3 കുഞ്ഞാപ്പ് കൊടുക്കാം അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. 11 എന്ന് പറഞ്ഞാൽ 12ാമത്താണ് കേട്ടോ. 11 = എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1010 ഇത് കൊടുത്തു. ഇതിൽ വേറെ കിട്ടാനില്ലല്ലോ, ഒന്നുമില്ലല്ലോ എന്ന് വിചാരിക്കണം ഞാൻ അല്ലേ? ഇനി അടുത്തത് 110. 12 ഞാൻ 1101 കുഴപ്പമൊന്നുമില്ലല്ലോ. 13 ഞാൻ 1011 അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. 14 നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത് 0111. ഇനി 15 = ഞാൻ 15 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ്. അത് പ്രത്യേകിച്ച് പ്രശ്നമില്ല. അടുത്തത് ലാസ്റ്റത്തെ ഏതാ വരിക? 111 അല്ലേ? അപ്പൊ എത്ര എണ്ണായി ടോട്ടല്? 0 മുതൽ 15 വരെ എന്ന് പറയുമ്പോൾ ടോട്ടൽ 16 എണ്ണം ഇവിടെ ആയിക്കഴിഞ്ഞു അല്ലേ? 16 എണ്ണം ആയിക്കഴിഞ്ഞു. അപ്പം ഓക്കെ ആണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യണം. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കണം അല്ലേ? പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കണം. ദാറ്റ് മീൻസ് നേരെ എങ്ങനെയോ വരഞ്ഞു, ഇനി നേരെ വരികയില്ല അല്ലേ? നേരെ വരഞ്ഞു പോയ സ്ഥിതിയിൽ വല്ലാത്തൊരടിഞ്ഞു. അത് നല്ല മുന്നേറ്റായി. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയെങ്കിൽ സുഖമാണ്. അതൊക്കെ അതുകൊണ്ട് ഇനി എന്താണ് നമുക്ക് ഇനി പെർമ്യൂട്ടേഷൻ ഉണ്ടാണ്. πs അല്ലേ? ഇത് ഇവിടെ z, ഇവിടെ z, ഇവിടെ πs of z എന്താണ് കാണാം അല്ലേ? ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് മൊത്തം 00 കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് പ്രശ്നമില്ല വിചാരിക്കുന്നു. ഇവിടെ 0 പെർമ്യൂട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഏതിലേക്കാണ് എടുക്കുന്നത് വെച്ചാൽ 0 ആണ്. ഞാനൊരു ഐഡിയ ചെയ്യാണ്. 0 ഇപ്പോൾ പെർമ്യൂട്ടേഷൻ ചെയ്യുന്നത്
ഏതിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ലേക്കാണ്. 0 2-ലേക്കാണ് പെർമ്യൂട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 0 2-ലേക്ക്. ഓക്കെ, 0 2-ലേക്കാണ്. ഇനി 1 ഇവിടെ 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 16 അല്ലേ അല്ലേ? ഓക്കെ, 1 2-ലേക്ക്. ഓക്കെ, 1 2-ലേക്ക്, സോറി 0 2-ലേക്ക്, 1 1-ലേക്ക് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. 1 1-ലേക്ക് തന്നെ, 1 1-ലേക്ക്. ഇനി അടുത്തത് 2 6-ലേക്ക്, 2 6-ലേക്ക്. ഞാൻ ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 6-ലേക്ക്. ഇനി 6 അങ്ങനെ എടുക്കാം, അതാണ് ഏറ്റവും നല്ലത് അല്ലേ? അപ്പം 1 2 0 2-ലേക്ക്, 1 1-ലേക്ക്, 6 3-ലേക്ക്. ഓക്കെ, 6 3-ലേക്ക്, 6 3-ലേക്ക്, 3 എടുത്തു. 3 11-ലേക്ക്, 3 11-ലേക്ക്. ഞാനായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ, നമ്മളെ ഇഷ്ടം. 3 11-ലേക്ക്, 11 9-ലേക്ക്, 11 എവിടെ? 9-ലേക്ക്, 9 4-ലേക്ക്, 9 4-ലേക്ക്, 9 4-ലേക്ക്, 4 അല്ലേ? ഇനി 4 അല്ലല്ലോ, 4 12-ലേക്ക്, 12 4 12-ലേക്ക്, 12 5-ലേക്ക്, 12 5-ലേക്ക്, 5-ലേക്ക്, 5 10-ലേക്ക്, 5 സോറി 12 5-ലേക്കല്ലേ ഇമ്മ, അത് മാറിപ്പോയതാ അല്ലേ? 12 5-ലേക്ക്, 5 10-ലേക്ക് അല്ലേ? 10-ലേക്ക്, 10 7-ലേക്ക്, 10 7-ലേക്ക്, 7 സോറി 10 7-ലേക്ക്. തെറ്റിക്കരുത് കേട്ടോ, ഞാൻ തന്നെ തെറ്റുന്നുണ്ട്. 7-ലേക്ക് ഞാനിങ്ങനെ തെറ്റിട്ടിട്ട് ചെയ്യുന്നത് വെച്ചാൽ വേഗം പരിപാടി കഴിക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 7 ഇനി 7-ലേക്ക് എത്തി. 7 8-ലേക്ക്, 7 8-ലേക്ക്, 8 15-ലേക്ക്, 8 15-ലേക്ക്, 15 13-ലേക്ക്, 13 15 13-ലേക്ക്, 15 13-ലേക്ക്, 13 14-ലേക്ക്, 13 14-ലേക്ക്. ഇനി 14 ഉണ്ട്, അത് ഇലക്കൈക്കല്ലോ. 13 14-ലേക്ക്, 14. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 അവിടെ 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്. 0 ഇല്ല അല്ലേ? 14 0-ലേക്ക് അല്ല, 14 0-ലേക്ക്. റെഡി? ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആയല്ലോ. അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പെർമ്യൂട്ടേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത പെർമ്യൂട്ടേഷൻ, ഒരു പെർമ്യൂട്ടേഷൻ നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത്
പൊസിഷൻ ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ആണ്. പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 1 0 0 0 1 1 0 1 1 1 0 1 0 1. ഇപ്പൊ എത്രണ്ണായി? 16. ഇതൊന്ന് പൊസിഷൻ 1 2 3 4 5 6 7 8 9 അല്ലേ, 10 11 12 13 14 15 16. ഇങ്ങനത്തെ ഈ പൊസിഷൻ പെർമ്യൂട്ടേഷൻ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പൈപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ പെർമ്യൂട്ടേഷൻ. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? പൊസിഷൻ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക, എന്താണ് പൊസിഷൻ പെർമ്യൂട്ടേഷൻ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ പൊസിഷൻ പെർമ്യൂട്ടേഷൻ ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് അല്ലേ. ഓ, വരെയൊക്കെ റെഡിയായി. സം സെഡ് അല്ല, ഇവിടെ എന്തെങ്കിലും പൊസിഷൻ പി, പൈ പി അല്ലേ. പൊസിഷൻ പെർമ്യൂട്ടേഷൻ 1 2 3 4 5 6 അല്ലേ, 7 8 9 10 11 12 13 14 15 16. The last one is 16. ഇതുവരെ അല്ലേ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാം. ഓക്കെ, ഇവിടെ 1 ഉള്ളതും കൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ലേ. ഞാൻ കളർ മാറ്റിയിട്ടുണ്ട്. 1 ഞാനിപ്പം എക്സാമ്പിൾ 1 4ലേക്ക് പോയി, ഒരു ഉണ്ടാക്കുകയാണ് ഞാൻ, പൊസിഷൻ മാറ്റാണ്. 4ലേക്ക് 4 ആണ് ഇനി. 4 6ലേക്ക് 4 6ലേക്ക് സോറി 4 ആണ്. 4 6ലേക്ക് 6 ആണ് ഇനി. 6 2ലേക്ക് 6 2ലേക്ക് 2 ആണ് ഇനി നോക്കണ്ടേ. 2 3ലേക്ക് 2 3ലേക്ക് ഇനി 3 നോക്കണം. 3 5ലേക്ക് 3 5ലേക്ക് 3 5ലേക്ക് 5 12ലേക്ക് 5 12ലേക്ക് 12 7ലേക്ക് 12 7ലേക്ക് 7 8ലേക്ക് 8ലേക്ക് 8 13ലേക്ക് 8 13ലേക്ക് 13 16ലേക്ക് 13 പോകുന്നത് 16ലേക്ക് 16ലേക്ക് 16 പോകുന്നത് 10ലേക്ക് 16 10ലേക്ക് 10 പോകുന്നത് 11ലേക്ക് 10 പോകുന്നത് 11ലേക്ക് 11 പോകുന്നത് 9ലേക്ക്. ഞാൻ ഏകദേശം ഉണ്ടാക്കാണ്. 9ലേക്ക് 9 ഇനി പോകുന്നത് 14ലേക്ക് 9 പോകുന്നത് 14ലേക്ക്. അപ്പൊ നമുക്ക് തെറ്റാതിരിക്കും. ഇനി 14 ഉണ്ട്. 14 പോകുന്നത് 15ലേക്ക് 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 15 പോകുന്നത് 1ലേക്ക് അല്ലേ. റെഡി ആയില്ലേ? 1 എവിടെ വന്നിട്ടില്ല. ഞാൻ ആദ്യം എടുക്കുന്നതും കൊണ്ട് നമ്മൾ 1 പോകുന്നത് 4ലേക്ക് പോയി, പിന്നെ അങ്ങനെ പോകുന്നത്. അപ്പോൾ 1 അവിടെ ഉണ്ടാവും. സത്യത്തിൽ 1നെ പിന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, പൈഎസും റെഡി ആക്കിയാൽ ഇത് 14 ആണ് കേട്ടോ, തെറ്റിക്കും. ഓക്കെ, അപ്പോൾ പൈഎസും നമ്മൾ ഉണ്ടാക്കി. ഈ 2 കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഈ 2 കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തെറ്റാതിരിക്കാൻ ഇവിടെ 15ഉം 16ഒക്കെ ഉണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ് സത്യത്തിൽ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 10 വരെ 9 വരെ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ABCDEF ഒക്കെ കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. അപ്പൊ ഇതിനനുസരിച്ച് മാറും. ഇവിടെയും മാറും. ABC, അതായത്
10ന്റെ സ്ഥാനത്തൊക്കെ എ വരും, ഇവിടെ എ വരും, അങ്ങനെ കൊടുക്കാം. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും തെറ്റരുത് പൈഎസും പൈ പിയും. ഓക്കെ അല്ലേ? പൈ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം പൈ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പെർമ്യൂട്ടേഷൻ 0 1 എവിടുന്നാണ് ഏതിലാണ് ഉള്ളത് എന്ന് നമ്മൾ മോളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതിലായിരുന്നു പൈ എസ് എന്ന് പറയുന്നത്? മോളിൽ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള പൈ എസ് ഫ്രം 0 1 L to 0 1 L. മറ്റൊരു പൈ പി എന്ന് പറയുന്നത് 1 to LM അല്ലെ? അതായത് 4 എലമെന്റ്സ് വരുന്ന സാധനം. ഓക്കെ, 4 ടപ്പിൾസ്. അപ്പോൾ 4 to 0 1 0 1 4. അതുപോലെ തന്നെ പൈ പി എന്ന് പറയുന്നത് ഞാൻ അത് എഴുതാൻ പറഞ്ഞത്. പൈ പി എന്ന് പറയുന്നത് എന്തിലാണ്, എവിടെ നിന്നുള്ള പെർമ്യൂട്ടേഷൻ ആണ്? 1 മുതൽ എത്രാക്കിത്തിന 16 മുതൽ ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ആണ്. 1 മുതൽ 16 വരെ. മുതൽ 16 വരെ. ഓക്കെ, ഈ പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ ചെയ്തത്. ഇത് പൊസിഷൻ പെർമ്യൂട്ടേഷൻ ആണ്, ഇത് ബ്ലോക്ക് പെർമ്യൂട്ടേഷൻ ആണ്. അതാണ് വ്യത്യാസം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? SPN കാണാൻ പോവാണ്. SPN അല്ലേ? അൽഗോരിതമോ SPN X, പിന്നെ ആരായിരുന്നു? X, പിന്നെന്തെങ്കിലും പൈ എസ് അല്ലേ? പൈ എസ് പിന്നെ അടുത്ത പൈ പി ആണ് ചെയ്യുക. പിന്നെ ആരായിരുന്നു? K1 K2 K3 K1 K2 K3 എക്സെട്രാ Kn +1. ഓക്കെ, ഇനി നമ്മൾ സപ്പോസ് നമുക്ക് ഇനി ഉണ്ടാക്കാൻ പോവാണ്. സപ്പോസ് കീ ഈക്വൽ ടു K ഈക്വൽ ടു നമുക്ക് 16 ആണ് ഇവിടെ ഉള്ളത്. 16 ആകുമ്പോൾ നമുക്ക് ചെറിയൊരു കീ ഉണ്ടാക്കിയാൽ മതി, ഓവർ കീ ഉണ്ടാവണ്ട. ഇവിടെ NR എത്ര വരുന്നത്? NR ഈക്വൽ ടു എന്താണ്? 4, വിച്ച് ഇംപ്ലൈസ് NR +1 എത്ര ആണ് വരുന്നത്? മോളുണ്ട്. NR +1 ഈക്വൽ ടു 5 ആവില്ല അല്ലെ? അപ്പൊ 5 സബ് കീ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. 5 സബ് കീ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കണം. 5 സബ് കീ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നമുക്ക് എത്ര? ഹാഫ് ബ്ലോക്ക് എടുത്താൽ മതി. ഹാഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 32 ബിറ്റ് വരും. അപ്പൊ ഞാനൊരു കീ എടുക്കുകയാണ്, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാണ്. സപ്പോസ് K ഈക്വൽ ടു കീ എന്ന് പറയുന്നത് 0 1 1 0 1 1 0 0 0 0 0 1 0. ഓക്കെ, 1 2 3 3 അല്ലേ? ഇനി പിന്നെന്താണ്? 0 0 0 0 1 1 0 അല്ലേ? 0 1 0 0 0 1 0 1. 1 2 3 4 5 6 എണ്ണം. ഇപ്പം 4 ഇത് 4 4 16 എണ്ണം അല്ലേ? ഇനിയും 2 ബ്ലോക്ക് കൂടി വേണം, എന്നാലേ 32 ആവും. കൂടുതൽ നമ്മൾ എടുക്കണ 32 എന്തിനാ എടുക്കുന്നത് വെച്ചാൽ അവിടെ NR +1 ഈക്വൽ ടു 5 ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കീ ഉണ്ടാക്കും, ആശ്രയിക്കും. ഓക്കെ, അത് നമ്മൾ ഇഷ്ടമാണ്. ഇവിടെ ഞാൻ 32 ബിറ്റ് എടുക്കാൻ കാരണം വെച്ചാൽ 64 ബിറ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും തോന്നെ എഴുതി ഉണ്ടാക്കണം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇനി 2 ആൾ കൂടിയല്ലേ വേണ്ടി അല്ലേ? 1 2 3 4 5 6 7 8 അല്ലേ? ഇനി ഏതാ വരിക? 0 1 0 0 1 0 0 0. ഓക്കെ, 1 2 3 4 5 6 7 8 അല്ലേ? 8 4 8 32. അപ്പൊ റെഡി. ഇതാണ് നമ്മളുടേത്. അങ്ങനെയാണെങ്കിൽ സബ് കീസ് സബ് കീസ് എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. ഓക്കെ, 5 എണ്ണം എന്ന് പറയുമ്പോൾ 16 എല്ലാം
കീസിലുള്ള എലമെന്റ് എത്ര ആയിരിക്കും? 16 തന്നെ ആയിരിക്കും. എലമെന്റ് പറഞ്ഞാൽ ബിറ്റ്. സബ് കീയിലെ എലമെന്റ് എത്ര ആയിരിക്കും? ബിറ്റ് 16 ബിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ എടുത്ത് എത്രയാണോ അതിന്റെ കൺസെപ്റ്റ്സ് ആണ് 16ലാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും. ഇപ്പൊ K1 ഈക്വൽ ടു K1 ഈക്വൽ ടു ഇവിടെ മുതൽ 16 എണ്ണം എടുത്താൽ മതി. ഈ തൽക്കം മുതൽ എത്ര? അപ്പൊ ഏതാ ഇത് വരും, ഇത് വരും, ഇത് വരും, ഇത് വരും, ഇത്രേ വരുള്ളൂ അല്ലേ? അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര? 0 0 1 0 1 1 0 0 0 0 1 0 പിന്നെ അടുത്ത് 0 0 0 0. ഇത് 16 ആയല്ലോ. 1 2 3 4 അല്ലേ? ഇനി അടുത്തത് K2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പൂനാറ്റി ഇയാളെയും കൂടി ഉൾപ്പെടുത്തുക. എത്രയാണ്? ഇയാൾ. ഇത് 16 എണ്ണായില്ലേ? അതാകുമ്പോ എന്താ വരിക? K2 ഈക്വൽ ടു K2 which is equal to 1 1 0 0 അടുത്തത് 0 0 1 0 അടുത്തത് 0 0 0 0 അടുത്തത് 1 1 0. അപ്പം 1 2 3 4 അല്ലേ? 16 എണ്ണം. ഇനി K3 ഈക്വൽ ടു അല്ലേ? ഇയാളങ്ങ് മാറ്റി എടുക്കുക, ഇപ്പുറത്തുള്ള ഒരാളെയും കൂടി എടുക്കുക. അപ്പൊ ഇത്രയാണ് അല്ലേ? K3. അപ്പൊ എന്താ വരിക? 0 0 1 0 അല്ലേ? 0 0 0 0 ഇവിടെ എന്താ? 1 1 1 0. ഇനി അവസാനത്തെ കുഞ്ഞാപ്പ് ഏതുകൂടി വരും? 0 1 0 അല്ലേ? ഇനി അടുത്തതാരാ? K4 ഈക്വൽ ടു നമുക്ക് ഇതിന്റെ സ്റ്റെപ്പാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് എഴുതാനുണ്ടാവും. ഓക്കെ, ഇത്രയും ഭാഗം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ കീ ഉണ്ടാക്കുക. സബ് കീ എന്ന് പറയുമ്പോൾ അടുപ്പിച്ചുള്ളതാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാൻ മറന്നുപോയത്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ പെരിയാഡായിട്ട് എടുക്കരുത്. കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് 0 0 അടുത്തത് 1 1 1 0 അടുത്തത് 0 1 0 1 അടുത്തത് 0 1 0 0 അല്ലേ? ഇനി K4 കായി. ഇനി ഒന്നുകൂടി വേണം, കാരണം NR+1 എലമെന്റുകളാണ് ഉണ്ടാവുക. കീ ഓക്കെ. അപ്പൊ കീ എന്ന് പറയുന്നത് NR+1 ആണ്. അതായത് 5. ഇവിടെ NR+1 എന്ന് പറയുമ്പോൾ 5 ഉണ്ടാവും അല്ലെ? ദി ലാസ്റ്റ് 1 K5 എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? K5 ഈക്വൽ ടു ഇതാദ്യം വരും 1 1 1 0 അടുത്തത് 0 1 0 1 അടുത്തത് 0 1 0 0 ദി ലാസ്റ്റ് 1 ഈ കുഞ്ഞാപ്പ് 1 0 0 0 1 0 0 0 അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ K1 K2 K3 സബ് കീസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമുക്കൊരു എലമെന്റ് ഉണ്ടായിരിക്കണം അല്ലേ? നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ പ്ലെയിൻ ടെക്സ്റ്റ് ആദ്യം കൊടുക്കും അല്ലേ? പ്ലെയിൻ ടെക്സ്റ്റ് ആദ്യം ഇവിടെ കൊടുക്കും. അതിന് കീ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എക്സോറിങ് ചെയ്തിട്ട് U1 കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന എക്സാമ്പിളാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോവാം. ഓക്കെ, ലെറ്റ് x ഈക്വൽ ടു 0 1 0 0 1 1 1 1 0 1 0 0 0 0 0 1 1 1 1 0 0 1. ഓക്കെ, 1 2 3 4 5 5 ഓൾസോ is be the plain text.
then w not equal to w not എന്നാണ് നമ്മൾ തുടങ്ങുക. ഓക്കെ, w not equal to എന്താണ്? ഈ കുഞ്ഞാപ്പ് തന്നെയാണ് വരിക. അതായത് മുകളിലുള്ള കുഞ്ഞാപ്പ് 0 1 0 0 1 1 1 1 0 1 0 0 0 0 0 1 ഇതന്നെയാണ്. ഇനി എന്ത് ചെയ്യണം? കീ 1 അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിലാണ് നമുക്ക് u1 കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഗോരിതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, അൽഗോരിതാണ് എഴുതാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ K1 അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ കുഞ്ഞാപ്പ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, K1 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ K1 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സോറിങ് ചെയ്തിട്ട് K1 അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടണം എന്നാണ്? അടുത്ത u1 കിട്ടും. നോക്കാം, നമ്മൾ അതിന്റെ മെത്തേഡ് നോക്കാം, ജസ്റ്റ് നോക്കിയാൽ മതി. u1 അല്ലേ, K1 എക്സോറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് മീൻസ് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ എക്സ് നോട്ട് എടുത്തു, NR-1 വരെയുള്ള WR പ്ലസ് KR കൊടുത്തിട്ടുണ്ടെങ്കിൽ UR കിട്ടും. അതായത് K1 കൊടുത്താൽ u1 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. K1 കൊടുക്കാൻ പോവാണ്. K1 എന്തായിരുന്നു? അപ്പം ഞാൻ ഇവിടെ നിന്ന് എടുത്തിരുന്നില്ലേ? K1 ആയിരുന്നു ഞാൻ ഇതിൽ എടുത്തിരുന്നു. ഡിലീറ്റ് എടുക്കാം. K1 ഈക്വൽ ടു ഗിവൺ ആണ് അല്ലേ, ഏകദേശം K1. ഓക്കെ, K1 ഞാൻ എടുത്തിട്ടുണ്ട്. K1 ഈക്വൽ ടു ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? K1 അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി എക്സോറിങ് ചെയ്യണം. എക്സോറിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് u1 കിട്ടും. u1 ഈക്വൽ ടു, പ്രത്യേകം ശ്രദ്ധിക്കാം, u1 0 പ്ലസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആണെങ്കിൽ 0 ആണ്, ഡിഫറെന്റ് ആണെങ്കിൽ 1 ആണ് അല്ലേ. 1 0 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 1 അല്ലേ. 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1, 0 0 എന്ന് പറയുമ്പോൾ 0. ഇനി 1 1 എന്ന് പറയുമ്പോൾ 0, 1 1 എന്ന് പറയുമ്പോൾ 0, 1 0 എന്ന് പറയുമ്പോൾ 1, 1 0 എന്ന് പറയുമ്പോൾ 1. ഇനി 0 0 എന്ന് പറയുമ്പോൾ 0, 1 0 എന്ന് പറയുമ്പോൾ 1. ഇനി 0 1 എന്ന് പറയുമ്പോൾ 1, 0 0 എന്ന് പറയുമ്പോൾ 0. ഇനി 0 0 എന്ന് പറയുമ്പോൾ 0, 0 0 എന്ന് പറയുമ്പോൾ 0, 0 0 എന്ന് പറയുമ്പോൾ 0, 1 0 എന്ന് പറയുമ്പോൾ 1. ദെൻ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? u1 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. u1 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? u1 കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? v1 കാണണം അല്ലേ. v1 എങ്ങനെ കിട്ടുക? ഇതിന്റെ മുകളിൽ പെർമ്യൂട്ടേഷൻ ചെയ്യണം. അതായത് 0 1 0 0 1 1 0 ഏതിലേക്കാണ് പെർമ്യൂട്ട് ചെയ്യുന്നത് നോക്കണം. 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0. അത് ഇവിടെ എവിടെ കണ്ടിരുന്നല്ലോ. 0 1 1 0 10 10 ഏതിലേക്കാണ് പോകുന്നത് നോക്കി. അത് 10 7ലേക്ക് ഇതാ പൈഎസ് ആണ് കേട്ടോ നോക്കണ്ടേ. പൈഎസിലാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത്. അറിയാലോ പൈഎസിലേക്കാണ് എന്നുള്ള എവിടുന്നാണ് കിട്ടിയ അൽഗോരിതത്തിലുണ്ട് അല്ലേ. പൈഎസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആണെങ്കിൽ അതൊന്ന് നോക്കാം. പൈഎസിലേക്കാന്നുള്ളത് ഈ അപ്ലോഡിങ്ങിലുണ്ട്. VRIയിലേക്ക്, അതായത് സബ് കീയിലേക്ക്, സബ് ബ്ലോക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൈഎസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് u1ലെ ആദ്യത്തെ സബ് കീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ നോക്കുക, ഇയാളാണ്. 0 1 1 0. ഈ 0 1 1 0 ഏതിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്, പെർമ്യൂട്ട് ചെയ്യുന്നത് പൈഎസ് പ്രകാരം. പൈഎസ് 0 1 1 0 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ആണ്.
അപ്പൊ 10 ഇതിലേക്കാണ് 7ലേക്ക്. 7 എവിടെ? 7 നോക്കുക. 7 എന്ന് പറഞ്ഞാൽ 110. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്ത് എഴുതുക? 1 1 അല്ലേ? 1 1 0 0. ഓക്കെ ഓക്കെ, ഒന്നുകൂടി തെറ്റിക്കരുത്. 7 നോക്കുക. 1 1 0 0. ഞാൻ ഈ വെട്ടിട്ട് പോക്കണം കേട്ടോ. ഞാൻ വെറുതെ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ആ തെറ്റ് ഇട്ടത്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് അത് ഇതാക്കുക കേട്ടോ, മറക്കരുത്. ഇനി അടുത്ത എടുക്കുക. അടുത്തതാരാ? അടുത്തത് 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 8. 8. ഓക്കെ, 8 ആണ് 0 0 1 1. 8 ഏതിലേക്കാണ് പോകുന്നത്? 15ലേക്കാണ്. 0 0 1 1 8 പോകുന്നത് 15ലേക്കാണ്. 15 ഏതാണ്? 1 1 1 1 അല്ലേ? അപ്പോൾ 1 1 1 1 1 1 1 1. ഇനി അടുത്ത 0 1 1 0 0 1 1 0 0 1 0. പിന്നെ 10 തന്നെ അല്ലേ? 0 1 1 0 അല്ലേ? പിന്നെ അതന്നെയല്ലേ കിട്ടുന്നത്? 1 1 0. ഓ 0 അതന്നെ കിട്ടുന്നത് അല്ലേ? 10 തന്നെ. 0 1 1 0ന്റെ ഇതാ സെയിം തന്നെ ഇവിടെ ഉള്ളത്. 1 1 0 0. ഓക്കെ, 1 1 0 0 കിട്ടി. ഇനി അടുത്തത് 0 0 1 0 0 0 1 അല്ലേ? 0 0 0 1 0 വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുഞ്ഞാപ്പാണ്. 1 1യിലേക്ക് 1ലേക്ക് തന്നെയാണ് തോന്നുന്നു മാപ്പ് ചെയ്യുന്നത്. 1ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ തന്നെ. അപ്പം സെയിം തന്നെ 0 0 0 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? P1 കിട്ടിക്കഴിഞ്ഞു. ഇനി V1 കിട്ടിക്കഴിഞ്ഞാൽ ഇനി W1 കിട്ടണം. W1ലേക്ക് എത്തിയിട്ടില്ല നമ്മളാ ഇവിടെ. W1 അത് കുറച്ച് പ്രയാസം. അത് പെർമ്യൂട്ടേഷൻ. അത് അവിടെ എന്താണ്? പൈപ്പി ആണ് ചെയ്യേണ്ടത്. ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ പൊസിഷൻ, 3 4 5 6 7 8 9 10 11 12 13 14 15 16. ആ പൊസിഷൻ ഓർമ്മ ഉണ്ടല്ലോ. 4 4 ആയതുകൊണ്ട് നമുക്ക് സുഖമാണ്, വേഗം പൊസിഷൻ ഓർക്കും അല്ലേ? നമ്മൾ ഇനി നോക്കുക. ഒന്നാമത്തെ പൊസിഷന് ഏക്കാണ് മാപ്പ് ചെയ്യുന്നത്. 1 മാപ്പ് ചെയ്യുന്നത് ഇതിലേക്കാണ് മോളിൽ നോക്കണം. ഒന്നാമത്തെ ആള് മാപ്പ് ചെയ്യുന്നത് 4ാമത്തെ, രണ്ടാമത്തെ ആള് 4ലേക്ക്, 1 4ലേക്ക്. അപ്പൊ ഞാൻ ഈ സാധനത്തിനെ ഇവിടേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോ? കാരണം താഴ്ച തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കുഞ്ഞാപ്പൂവിനെ ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, Ctrl+C എടുത്തു. ഇനി ഞാൻ ഈ കുഞ്ഞാപ്പൂവിനെയും കൊണ്ട് താഴെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുകയാണ്. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ നേരം ടൈം വേസ്റ്റ് ആയിപ്പോകും. ഓക്കെ, എന്നാൽ പിന്നെ പ്രശ്നമല്ല. ഇനി ഇതാ ഇങ്ങനെ നോക്കാം. ഇത് കുറച്ച് സമയം എടുക്കും. അതായത് 1th പൊസിഷനിലേക്കാണ് പോകുന്നത്. 4ലേക്കാണ് പോകുന്നത്. 4ലേക്ക് എന്ന് പറയുമ്പോൾ 4 ഏടാണ്? ഇതാ ഇയാൾ. അപ്പോൾ ഇവിടെ എന്താണ് വരിക? 1 0 1 എന്ന് പറയുന്നത് 0ലേക്ക് പോകും, 4th പൊസിഷനിലേക്ക് പോകും. ഓക്കെ, ഇനി രണ്ടാമത്തെ ആള് 2 പോകുന്നത് ഇതിലേക്കാണ്? 3ലേക്കാണ്. 3 ആരാണ്? 0ലേക്കാണ്, 0. ഇനി 3 എടുക്കാൻ പോകുന്നത് 5ലേക്കാണ്. 3 പോകുന്നത് 5ലേക്ക്, 3ാമത്തെ പൊസിഷൻ പോകുന്ന 5ലേക്ക്. 1 ആണ് 5ലുള്ളത്, ഇയാളാണ് 5 അല്ലേ? 5. ഇനി അടുത്തതാരാ പോകുന്നത്? 4. 4 പോകുന്നത് 6ലേക്കാണ്. അപ്പൊ 4 എടുക്കണം. 4 പോകുന്നത് 6. 6 ആരാണ്? ഇയാളാണ് 6 വരുന്നത്. അപ്പൊ നമുക്ക് ഇത് കിട്ടി 6 1 തന്നെ. ഇനി അപ്പൊ ഒരു ഇതായി. ഇനി 5 ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി 5 പോകുന്നത് 12ലേക്കാണ്. 5 എന്ന് പറയുന്നത് 1 പോകുന്നത് 1 മാപ്പ് ചെയ്യുന്നത് 12ാം പൊസിഷൻ. 12ാം പൊസിഷനിൽ ആരാ നോക്കാം? 12 എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ അല്ലെ? 3 4 12 ഇയാൾ. അപ്പൊ 0ലേക്കാണ്. ഇത് 0ലേക്ക് പോകും. ഇനി അടുത്ത പൊസിഷന് 5 കഴിഞ്ഞ് 6 ആണ് അടുത്ത പൊസിഷൻ അല്ലേ? 6 പോകുന്നത് 2ലേക്കാണ്. 6 പോകുന്നത് 2ലേക്ക്. എടാ ഇതാണ് 6 പോകുന്നത് 2 ആരാണ്? 1 തന്നെ അല്ലേ? ഇനി ആരാണ്? 7 ആണ്.
7 പൊസിഷൻ 7, ഈ 7ാമത്തെ പൊസിഷൻ ഇത് ഇവിടെ എത്തി. 7 പോകുന്നത് 8ലേക്ക്. 8 ആരാണ്? ഇയാൾ തന്നെയാണ് 8. അപ്പോൾ 1 തന്നെ അല്ലേ? കാരണം അത് 1 ഏതാണോ ആ പൊസിഷനിലുള്ള അയാൾ എഴുതിയാൽ മതി, വേറൊന്നുമില്ല. ആ വാല്യൂ എന്താണോ അത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 7 വരെ ആലോചിച്ചു. ഇനി 8ാമത്തെ കുഞ്ഞാപ്പ്. 8 പോകുന്നത് 13ലേക്കാണ്. 13 എന്ന് പറഞ്ഞാൽ ഇയാളാണ് 13 അല്ലേ? അപ്പം 13ൽ ആരാണുള്ളത്? 0 ആണ് 13ാമത്തെ പൊസിഷനിൽ. ഇനി അപ്പം ഒരു കോട്ടാട് കഴിഞ്ഞു അല്ലേ? 8 എണ്ണം വരെ കഴിഞ്ഞു. ഇനി 9ാമത്തെ ആൾ. 9 പോകുന്നത് 14ലേക്ക്. 14 എന്ന് പറയുമ്പോൾ ഇപ്പം ഇത് 13, ഇത് 14 അല്ലേ? അപ്പം 9 പോകുന്നത് 9 വേറെ അല്ലേ? 9 പോകുന്നത് 14. 14 ആരാണ്? 0 ആണ് 14. ഇനി 10ാമത്തെ പൊസിഷൻ എടുക്കണം. 10ാമത്തെ പൊസിഷനിൽ 1 ആണുള്ളത്. അത് മാപ്പ് ചെയ്യുന്ന എങ്ങോട്ടാന്നുള്ളത് നോക്കണം. 10 പോകുന്നത് 11ലേക്കാണ്. 10 11ലേക്ക്. ഇത് അയാളിലേക്കാണ് പോകുന്നത്. അപ്പൊ അയാളിലേക്കാണ്. 0 ആണ് അതിന് കിട്ടുന്ന വാല്യൂ. ഇനി അടുത്തത് പോകുന്നത് 11. 11 പോകുന്നത് 9ലേക്കാണ്. ബെസ്റ്റ്. 9 ആരാണ്? ഇയാളാണ് 9. അപ്പം 0 പോകുന്നത് 1ലേക്ക് തന്നെയാണ് അല്ലേ? ഇനി 10ാമത്തെ പൊസിഷൻ 11 ആണ് ഇപ്പൊ പറഞ്ഞ. ഇനി അടുത്തത് ആരാണ്? 12ാമത്തെ പൊസിഷൻ പോകുന്നത് 7ലേക്ക്. 7 എവിടെയാണ്? 12ാമത്തെ പൊസിഷൻ 7ലേക്ക് പോകുന്നു. 12ാമത്തെ ആള് പോകുന്നത് 7ലേക്ക്. ഈ കുഞ്ഞാപ്പ് അതാരാ? 1. ഓക്കെ ഓർണോ? യു ആർ അണ്ടർസ്റ്റുഡ് ഓർണോ? ഓക്കെ. ഇനി അടുത്തത് പോകുന്നത് ആരാണ്? 12 കഴിഞ്ഞ്. ഇനി 13ാമത്തെ ആള്. 13 16ലേക്കാണ് പോകുന്നത്. 13 16ലേക്ക് തന്നെ ഇയാൾ 1. അപ്പം അത് റെഡി അല്ലേ? ഇനി പോകുന്നത് 13 കഴിഞ്ഞ് 14ാമത്തെ ആള്. 14ാമത്തെ ആള് പോകുന്നത് 15. 15 ആരാ? ഇയാളാണ്. അപ്പൊ 0. ഇനി 15ാമത്തെ ആള് അല്ലെ? 14 കഴിഞ്ഞ് 15. 15 പോകുന്നത് 1ലേക്കാണ്. 1ാമത്തെ പൊസിഷനിൽ ആരാണുള്ളത്? 1 ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 1. അപ്പൊ ഇനി 16ാമത്തെ ആള് നോക്കാം. 16ാമത്തെ ആളാരാ? 10ാമത്തെ ആളാണ്. 16ാമത്തെ ആള് പോകുന്നത് 10ലേക്കാണ്. 10 എന്ന് പറയുമ്പം എവിടെയാണ്? 9 10. ഇത് ഇയാള് അതാരാ? 1. അപ്പൊ നമുക്ക് W1 കിട്ടിക്കഴിഞ്ഞു. ആർ യു ഓക്കെ ഓർ നോ? ആർ യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് W1 കിട്ടിക്കഴിഞ്ഞു. ഇനി U2 കിട്ടണം. U2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത കീ 2 അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? U2 കിട്ടും അല്ലേ? അപ്പൊ U2ന് വേണ്ടിയിട്ട് കീ എവിടെ? കീ K2 എടുക്കാം. കോപ്പി. എനിക്കിവിടെ സുഖമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. നമുക്കത്ര സുഖം ഉണ്ടായിക്കോണമല്ലോ. K2 എടുത്തു. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ സെയിം ആയി വരും അല്ലേ? നോക്കട്ടെ, K2 എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ K2 വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? U2 ഈക്വൽ ടു U2 1 + 1 0 + 1 1. XOR ആട്ടോ. ഡിഫറെന്റ് ആണെങ്കിൽ 0 1 1 1 + 1 = 0 ആണ്. ഓക്കെ, ഡിഫറെന്റ് ആണെങ്കിൽ എക്സോറിംഗ് ആണ്. 1 0 0 1 എന്ന് പറയുമ്പോൾ 1 തന്നെ. പിന്നെ 1 0 1 തന്നെ. 1 0 എന്ന് പറയുമ്പോൾ 1 തന്നെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 1 1 1 അല്ലേ? അടുത്തത് സെയിം തന്നെയാണ് 0. അടുത്തത് 1 0 എന്ന് പറയുമ്പോൾ 1 തന്നെ. അടുത്തത് 1 1 എന്ന് പറയുമ്പോൾ 0 0 0 എന്ന് പറയുമ്പോൾ 0. അടുത്തത് 0 0 0 തന്നെ. 0 0 0 തന്നെ. തെറ്റിക്കരുത് കേട്ടോ. ഈ പൊസിഷൻ ആട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ളത്. 1 0 എന്ന് പറയുമ്പോൾ 1 1 0 എന്ന് പറയുമ്പോൾ 1. അടുത്തത് 1 1 എന്ന് പറയുമ്പോൾ 0 അല്ലേ? 0 1 എന്ന് പറയുമ്പോൾ 1 1 1 എന്ന് പറയുമ്പോൾ 0. അടുത്തത് 1 0 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, U2 കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? U2ൽ നിന്നും V2 കിട്ടണം അല്ലേ? V2 അല്ലേ എടുക്കേണ്ടത്? V1 U1 V2 കിട്ടണം. V2 കിട്ടണമെങ്കിൽ എന്ത് വേണം? പയ്യസ് വേണം. പയ്യസ് എത്തുമ്പോൾ വരും. ഞാൻ പിന്നെ പയ്യസ് നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നില്ല. അങ്ങനെ ആക്കല്ലാണ്ട് വേറൊരു രക്ഷയില്ല. ഞാൻ എടുത്ത പ്രകാരം
നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലെ കുഞ്ഞാക്കു? താഴത്ത് കൊണ്ടുപോയേക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എന്നാലും മേലോട്ട് പോകണല്ലേ? സാരല്ല. V2 111 16. ഇത് 15ആണ്. 15ആണിത്. 11 ഞാൻ ഏകദേശം എനിക്ക് അറിയുന്നതാണ്. ഓക്കെ, ഞാൻ ചെയ്തേക്കൊണ്ട് അല്ലേ? ഞാനാണല്ലോ. 11 എന്ന് പറഞ്ഞാൽ 15. 15 മാപ്പ് ചെയ്യുന്നത് 13ലേക്ക്. 13 എവിടാന്നുള്ളത് പോയി നോക്കണം. 15 മാപ്പ് ചെയ്യുന്നത് 13ലേക്ക്. 15 മാപ്പ് ചെയ്യുന്നത് 13. 13 എവിടെ? 1011. അപ്പൊ ഇവിടെ വരിക 1011. എന്നിട്ട് ഇത് എത്ര ആയിരുന്നു? ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3. ഇത് 3 ആണ് അല്ലെ? ഇനി വേണമെങ്കിൽ അവിടെ നോക്കാം. ഇതിന്റെ ആവശ്യം ഇവിടെ വേണ്ട. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും മുകളിൽ കയറാം. ഓക്കെ, 0100 0100 0100 3 ആണ്. 3 8 മാപ്പ് ചെയ്യുന്ന നോക്കാം. 3 11 മാപ്പ് ചെയ്യുന്നത്. 11 എവിടെ? 11 എന്ന് പറയുന്നത് 1110 310 അല്ലേ? അപ്പം 11 എന്ന് പറയുമ്പോൾ 3 1, that is 1110 310. ഇനി അടുത്ത കുഞ്ഞാക്കും 0011 അതെവിടെ? 0011 8 ആണ്. ഓക്കെ, 0011 8. അപ്പൊ 8 15ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 15 എന്ന് പറഞ്ഞാൽ ആരാ? ഇതാ ഈ കുഞ്ഞാപ്പ് 11 4 1 8 15ലേക്ക്. 1111. ഓക്കെ, 1111. ഇനി അടുത്തത് ആരാണ്? 0101 9 4ലേക്ക്. 4 ഇപ്പൊ ഏതായിരിക്കും? 4 1000. 1 കഴിഞ്ഞിട്ട് 3 0 1000. V2 കിട്ടി. ഇനിയാണ് രസം അല്ലേ? ഇനിയാണ് രസം. ഇനി എന്ത് കാണണം? V2 കിട്ടിക്കഴിഞ്ഞാൽ W2 കാണണം. W2ന് നമുക്ക് അയാളെ അങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? എന്നാലേ നമ്മൾ കാര്യം നടക്കും. W2 കാണണമെങ്കിൽ ഈ കുഞ്ഞാപ്പ് വേണം. പൊസിഷനാണ് നോക്കണ്ടേ അല്ലേ? പൊസിഷനാണ്. കൺട്രോൾ C പൊസിഷൻ നോക്കണ്ടേ? പൊസിഷൻ. ഓക്കെ, അപ്പോൾ 1th പൊസിഷനിൽ നിൽക്കുന്ന ആളെ വിട്ട് പോകണമെന്നാണ് പറയുന്നത്. 1ത്തെ ആള് മാപ്പ് ചെയ്യാൻ 4ലേക്ക്. 4 എന്ന് പറഞ്ഞാൽ ഇയാളിലേക്ക് അല്ലേ? 1 തന്നെ. 4ത്തെ പൊസിഷനിലുള്ള ആള് 2 മാപ്പ് ചെയ്യുന്നത് 3ലേക്ക്. 3ഉം 1 തന്നെ. ഇനി 3 മാപ്പ് ചെയ്യുന്നത് ഇതിലൊക്കെ 5ലേക്ക്. 5 ആരാ? ഇയാളാണ്. 5 1 തന്നെ. ഇനി അടുത്തത് ആരാ? 4. 4 മാപ്പ് ചെയ്യുന്നത് 6ലേക്കാണ്. 6ഉം 1 തന്നെ. ഓഹോ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് 4 കഴിഞ്ഞു. ഇനി 5ാമത്തെ പൊസിഷൻ 12ലേക്കാണ്. ഇതാ ഇയാള് 1 തന്നെ. ഇനി അടുത്തത് 6ാമത്തെ പൊസിഷനാണ്. 6ാമത്തെ പൊസിഷൻ മാപ്പ് ചെയ്യുന്നത് 2ലേക്കാണ്. ഓഹോ, 2 0 ആണ് അല്ലേ? 2 0. ഇനി 7ാമത്തെ പൊസിഷൻ എടുക്കാൻ മാപ്പ് ചെയ്യുന്നത് 8ാമത്തെ പൊസിഷനിലേക്കാണ്. അതാരാ? 0. ഇനി അടുത്ത മാപ്പ് അടുത്തത് 7 8ാമത്തെ ആൾ 8 13ലേക്ക്. 13 ഇപ്പോൾ ഇവിടെ 1 അല്ലേ? 0 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത പൊസിഷനിൽ 1 9th പൊസിഷൻ 14ലേക്ക്. 14 ഇപ്പോൾ എവിടേക്കല്ലോ? ഇതല്ലേ 14? ഇത് ഇത്ര 13 14 അല്ലേ? 14 0 ആണ് അല്ലേ? 14 9 കഴിഞ്ഞു. 9th കഴിഞ്ഞു. 10th പൊസിഷൻ പറയുന്നത് എങ്ങോട്ട് മൂവ് ചെയ്യാനാണ്? 10th പൊസിഷൻ 10th ലെവലിലേക്ക്. അതായത് 1 തന്നെ. 1. ഓക്കെ, ഇനി 11th പൊസിഷൻ 9th പൊസിഷനിലേക്ക്. 9th പൊസിഷൻ എന്ന് പറയുമ്പോൾ 1 തന്നെ അല്ലേ? 1 തന്നെ.
അപ്പം 9th പൊസിഷനിലേക്ക്. ഇനി 12th പൊസിഷൻ. 12th പൊസിഷൻ അതിലേക്ക് ആ 7th 7th ആ 1 തന്നെ, അതും 1 തന്നെ. അപ്പോൾ 1ൻ്റെ കളിയാണല്ലോ. അപ്പോൾ അതാണ് ആ ക്ലോസ് ചെയ്ത് W2. ഇനി അടുത്തത് W2ൻ്റെ ഒന്നുകൂടി ഉണ്ടല്ലേ, അപ്പോഴാണ്. ഇനി അടുത്തത് 13 പൊസിഷൻ 16ലേക്ക്. 16 ഇവിടെ 0 ആണ്. ഓക്കെ. പിന്നെ അടുത്തത് 14 പൊസിഷനും ഇവിടെ 15ലേക്ക്, അതും 0 ആണ്. ഇനി അടുത്ത 15 പോകുന്നത് 1ലേക്കാണ്. 1 ഇവിടെ 1 ആണ് അല്ലേ, 1th പൊസിഷനിൽ നോക്കാം ഇവിടെ. ഓക്കെ. ഇനി അടുത്തത് 0, അതാ 16 പോകുന്നത് 10ലേക്ക്. 10 ആണ്. 9, 10, 1 തന്നെ. ഓക്കെ. പൊസിഷനാണ് കേട്ടോ നോക്കേണ്ടത് ഇവിടെ. വാല്യൂ, പൊസിഷനിലുള്ള വാല്യൂ എന്താണോ അതാണ് എഴുതുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞു അല്ലേ. ഇത് കുഞ്ഞാപ്പൂനാട് മാറ്റി കഴിഞ്ഞു ആവശ്യമുണ്ട് ഈ കുഞ്ഞാപ്പൂന്, കാരണം ഇത് എപ്പോഴും അങ്ങോട്ട് പോകാനൊന്നും അല്ലേ. ഇനി നമ്മൾ W2 കിട്ടി. ഇനി കീ 3 കൊടുത്താൽ W കിട്ടണം അല്ലേ. കീ 3 കൊടുക്കണം അല്ലേ. കീ 3 അപ്ലൈ ചെയ്താൽ എക്സോറിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എന്തൊക്കെ കിട്ടും. കീ 3 അപ്ലൈ ചെയ്യാം അല്ലേ. ഞാനിങ്ങനെ നേരെ എഴുതാക്കം വേണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി അല്ലേ. പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പം നമുക്ക് എന്ത് കിട്ടും? U3 കിട്ടും. ഇനി U3 ആണ്. 10 വരുമ്പോൾ 1 വരും, 10 വരുമ്പോൾ 1 വരും, 1 വരുമ്പോൾ 0 വരും, 10 വരുമ്പോൾ 1 വരും. ഇനി 10 വരുമ്പോൾ 1 വരും, 0 വരുമ്പോൾ 0 വരും, 0 വരുമ്പോൾ 0 വരും, 10 വരുമ്പോൾ 1 വരും, 0 വരും, 1 സെയിം തന്നെ ആകുമ്പോൾ 0 ആണ് വരിക, 1 സെയിം ആണ് അപ്പോൾ 0 വരും, 10 ഡിഫറെൻ്റ് ആണ് 1 വരും, 0 സെയിം ആയതുകൊണ്ട് 0 വരും, 10 എന്ന് പറയുമ്പം 0 1 എന്ന് പറയുമ്പോൾ 1 വരും, 10 എന്ന് പറയുമ്പോൾ 1 വരും, 110 ആകും അല്ലേ. U3 കിട്ടിക്കഴിഞ്ഞു. ഇനി U3യിൽ നിന്നും നമുക്ക് എന്ത് കാണണം? V3 കാണണം. V3 ഈക്വൽ ടു എങ്ങനെയാണ് V3 കാണുന്നത് നമ്മൾ അല്ലേ. V3 കാണാൻ മുകളിൽ പോകണം. അതിന് V3ൻ്റെ മുമ്പ് അതിൻ്റെ എലമെൻറ്റ് U3 എന്ന് പറയുമ്പോൾ 1101 അല്ലേ. 1101 മുകളിൽ വരിക. നോക്കാം, പെർമ്യൂട്ടേഷൻ നോക്കണം. 1101 1101 12 നോക്കാം. ഇയാളാണ് 12 മാപ്പ് ചെയ്യുന്നത് നോക്കാം. 12 മാപ്പ് ചെയ്യുന്നത് 5ലേക്ക്. 5 എന്ന് പറഞ്ഞാൽ 1001 അല്ലേ. അപ്പം V3 എന്ന് പറയുന്നത് ഇനി അടുത്തെന്താണ്? 1001 5 മാപ്പ് ചെയ്യുന്നത് നോക്കാം. 5 1001 എന്ന് പറഞ്ഞാൽ 5 തന്നെ. 5 മാപ്പ് ചെയ്യുന്നത് 10ലേക്ക്. 10 ഏതായിരിക്കല്ലോ? 0110 അല്ലേ. 0110 ഇനി അടുത്ത് 0001 മാപ്പ് ചെയ്യുന്ന 1ലേക്ക് എന്നാ തോന്നുന്നു. 001 എന്ന് പറയുമ്പോൾ 0001 എന്ന് പറയുമ്പോൾ 1 മാപ്പ് ചെയ്യുന്ന 1ലേക്ക് അയാൾ തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പം 001 ഇനി 0110 ഇതേതാ? ഇത് 10 ആണെന്ന് തോന്നുന്നു. 00110 10ലേക്ക് തന്നെയാണ് തോന്നുന്നു മാപ്പ് ചെയ്യുന്നത്. 0110 10 7ലേക്ക്. 7 എവിടെ? 1100 1100 അല്ലേ. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തുടങ്ങാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ. ഇനിയുള്ളത് V3 കിട്ടിക്കഴിഞ്ഞു. ഇനി W3 കാണണം അല്ലേ. W3 കാണാം.
W3 ഈക്വൽ ടു എങ്ങനെയാണ് പൊസിഷൻ പി പൊസിഷൻ വെച്ചിട്ടാണ് വേണ്ടത് അല്ലേ. പൊസിഷൻ പെർമ്യൂട്ടേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. പൊസിഷൻ പെർമ്യൂട്ടേഷൻ്റെ ഒരു ഭാഗം കാണുന്നില്ലേ. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ 4ലേക്കാണ് പോകുന്നത്. 4 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഫസ്റ്റ് ഭാഗം പോകുന്നത് 1ലേക്ക് തന്നെ. 4ത്തെ പൊസിഷനിൽ 1 തന്നെയാണല്ലോ, അപ്പോൾ 1. 2 പോകുന്നത് 3ലേക്ക്, 3ലും 0 തന്നെയാണ്, അപ്പോൾ 0. 3 പോകുന്നത് ഇതിലേക്കാണ് 5ലേക്കാണ്, 5 0 ആണ്. ഇനി അടുത്തത് 4 പോകുന്നത് 6ലേക്കാണ്, 6 1 ആണ്, അത് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഇനി അടുത്തത് 5 പോകുന്നത് 5 ആണ് പോകുന്നത്. 5 പോകുന്നത് 12ലേക്കാണ്, 12 ഇവിടെ 1 ആണ്, അപ്പോൾ 1. ഇനി അടുത്തത് 1. 6 പോകുന്നത് 2ലേക്കാണ്, 2 ഇവിടെ 0 ആണ്, അപ്പം 6. 7 പോകുന്നത് 8ലേക്കാണ്, ഇവിടെ 8 എന്ന് പറയുന്നത് 8 0 ആണ് അല്ലേ, ഇവിടെ 0. ഇനി അടുത്തത് 8 പോകുന്നത് 13ലേക്കാണ്, 13 1 ആണ്, ഇവിടെ 1. ഇനി അടുത്തത് 9 അല്ലേ, 9 പോകുന്നത് 14ലേക്ക്, 14 എന്ന് പറയുമ്പോൾ ഇയാൾ 14 1 ആണ്, ഇവിടെ 1. ഇനി 10 പോകുന്നത് 11ലേക്ക് തന്നെയാണ്. 10 എന്ന് പറയുമ്പോൾ ഇയാൾ, 11 എന്ന് പറയുമ്പോൾ ഇയാൾ, അപ്പോൾ 11ഉം 0 തന്നെയാണ്, 0. 11 പോകുന്നത് 9ലേക്കാണ്, 9ഉം 0 തന്നെയാണ്, ഇയാളാണ് 9, അപ്പോൾ 0. പിന്നെ അടുത്തത് 11 കഴിഞ്ഞ് 12 പോകുന്നത് 7ലേക്കാണ്. 7 എന്ന് പറയുമ്പോൾ 1 അല്ലേ, 1. അപ്പം മാറ്റണ്ട് അല്ലേ. അപ്പം അടുത്ത പോകുന്നത് എന്താണ്, 1 എന്ന് പറയുമ്പോൾ ഇത് എത്രാമത്തെ പൊസിഷനാണ്, 13th പൊസിഷനിലാണ്. 13 14 15 ഓക്കെ. 13 പോകുന്നത് 16ലേക്ക്, 16 ഇവിടെ 0 തന്നെയാണ്. ഇനി അടുത്തത് 14 പോകുന്നത് 15ലേക്ക്, 15 എന്ന് പറയുന്നത് 0 തന്നെയാണ്. ബൗട്ടച്ച 15 പോകുന്നത് 15 പോകുന്നത് 1ലേക്കാണ്, അപ്പോൾ B3യുടെ 1 പൊസിഷനിൽ 1 തന്നെയാണ്. ഇനി അടുത്തത് 16 പോകുന്നത് 10ലേക്കാണ്, 10 ആണ്. 8 9 10 0 ആണ്. അപ്പോൾ നമുക്ക് W3 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കാണാനുള്ളത്, W3 കഴിഞ്ഞ് W4ലേക്ക് എത്തണം. W4ലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കീ 3 അപ്ലൈ ചെയ്യണം. കീ 3 എന്താ നോക്കാം അല്ലേ. കീ 3 എവിടെ, കീ 3 അല്ലല്ലോ, W3 കീ 4 അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. ജസ്റ്റ് മിനിറ്റ് അങ്ങോട്ട് തെറ്റിയോ. കീ 3 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ U3 കിട്ടും. W3ക്ക് ഇനി കീ 4 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഐ എം വെരി സോ ഒരു സ്റ്റെപ്പ് അധികം ഒടുങ്ങിപ്പോയി. കീ 3 കീ 4 എടുത്തോ. ഇനി എന്ത് പോകണം, നമ്മൾ കീ 4 അപ്ലൈ ചെയ്യണം. കീ 4 ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ഒപ്പിക്കാം. ഇവിടെ കൊടുക്കുന്നതിന് കൊണ്ട് കുഴപ്പമില്ല, മാറ്റാണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചാലിട്ടോ. അപ്പം അതൊന്നും കഴിയാത്തോണ്ട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ കീ 3 കൊടുത്തിട്ട് അടുത്ത W കിട്ടണമെങ്കിൽ ഇവിടെ കൊടുക്കാനൊക്കെ കുറച്ച് നേരം കിട്ടും. കാരണം ഇനിയും സാധനം വരുന്നുണ്ട്, നോളജ് തന്നെ. ഇനി കീ 4 കുറച്ച് താന്നു കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. ഇനി അടുത്ത എന്ത് കാണണം, കീ 4. ഇനി കീ 3 കിട്ടിയാൽ U4 കിട്ടണം. ഇനി അടുത്ത U4 വിച്ച് ഈസ് ഈക്വൽ ടു എക്സോറിങ് ആണ്. 1 0 ആകുമ്പോൾ 1 അല്ലേ, ഡിഫറെൻ്റ് ആയതുകൊണ്ട് 0 0 0 തന്നെ, 0 0 0 തന്നെ. 1 0 ആയതുകൊണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് 1 1 1 0 ആയി മാറി. പിന്നെ അടുത്തത് 1 1 0 ആയി മാറി, 0 1 1 ആയി മാറി, 0 1 1 ആയി മാറി.
1 0 1 ആയി മാറി. അടുത്തത് 1 0 1 ആയി മാറി. 0 1 1 ആയി മാറി. അടുത്തത് 0 0 0 ആയി മാറി. 1 1 0 ആയി മാറി. 0 0 0 ആയി മാറി. 0 1 1 ആയി മാറി. 1 0 0 1 ആയി മാറി. 0 0 0 ആയി മാറി. ഇനി U4 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് B4 കാണണം. B4 കാണണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയിട്ട് അല്ലേ, മുകളിലാണ് അല്ലേ, B4 പയ്യസ് ഉപയോഗിക്കണം. 1 0 0 1 0 0 1 കുറച്ച് മുകളിലെത്തിക്കണ്ടേ. 1 5 5 മാപ്പ് ചെയ്യുന്നത് 10 10 എന്താണ് 0 1 1 0. അപ്പം A3യുടെ ആദ്യത്തെ സെക്ഷൻ 0 1 1 0. ഇനി അടുത്ത 0 1 1 1 3 1 അല്ലേ, 0 കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയല്ലോ 0 കഴിഞ്ഞിട്ട് 3 1 14 14 പോകുന്നത് 0ലേക്ക് 0 0 0 ആഹാ അല്ലേ, 0 0 0 0. പിന്നെ പോകുന്നത് ആളെ പിടിച്ചില്ല അല്ലേ. ഇനി ആരെയും നോക്കേണ്ടത് അടുത്ത ആളെ നോക്കണം. ഇനി ആരാ, ഇയാളാ 1 1 0 0 0 1. ആദ്യത്തെ 2 0 ആദ്യത്തെ 2 1 അല്ലേ. 1 1 0 0 1 1 0 0 1 1 7 1 1 0 0 7 മാപ്പ് ചെയ്യുന്നതിലേക്കാണ് 1 1 0 0. 7 മാപ്പ് ചെയ്യുന്ന 8ലേക്ക്. 8 എവിടെ 0 0 1 1 0 0 1 1 0 0 1 1. ഇയാൾ 0 0 1 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത് 0 1 1 0. അത് ഇവിടെ എവിടെ ഉണ്ടോ 0 1 1 0 ഇല്ലല്ലേ, ഇല്ല 0 1 1 0. അപ്പം മോള് പോകണം 0 1 1 7ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 0 1 1 0 10 7ലേക്ക്. 7 എന്താ നോക്കാം. 7 എന്ന് പറയുന്നത് 1 1 0. 1 1 0 അല്ലേ 7. ഓക്കെ. ഇനി നമുക്ക് എന്ത് കിട്ടും B4. ഇനി B4 കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുക W4 കിട്ടും. ഓക്കെ അല്ലേ, നമ്മൾ ഏകദേശം ആൻസറിലേക്ക് എത്തുകയാണ്. കാരണം NR എത്രയാണ് കിട്ടുന്നത് 4. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് Y കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ Y കിട്ടും. ഓക്കെ, അപ്പോൾ എടുക്കണ്ട, ആൻസറിലേക്ക് എത്തുകയാണ്. ഇനി അപ്ലൈ ചെയ്യണം 0 1th പൊസിഷൻ 4ലേക്ക് 4 0 ആണ് ഇവിടെ 0 തന്നെ. 2 സെക്കൻഡ് പൊസിഷൻ 3ലേക്ക് 3 ഇവിടെ 1 ആണ്. ഓക്കെ, തേർഡ് പൊസിഷൻ 5ലേക്കാണ് 5 ഇവിടെ 0 തന്നെ. ഇനി അടുത്തത് 4 പൊസിഷൻ പോകുന്ന 6ലേക്കാണ് 6 ഇവിടെ 0 തന്നെ. അപ്പം ആഹാ നല്ല സുഖം തന്നെയാണല്ലോ, ഒരു ഭാഗം പേജ്. ഇനി അടുത്തത് 5 പോകുന്ന 12ലേക്കാണ് 12 ഇവിടെ 1 ആണ് 1. ഇനി 6th പൊസിഷൻ പോകുന്നത് 6th പൊസിഷൻ ഇവിടെ 2 പൊസിഷനിലേക്കാണ് 2ൽ ഇവിടെ 1 ആണ് 1 തന്നെ. 7th പൊസിഷൻ പോകുന്നത് ഇവിടെ 8ലേക്കാണ് 8 ഇവിടെ 0 ആണ്, അപ്പോൾ 0 തന്നെ. ഇനി അടുത്തത് 8th പൊസിഷൻ പോകുന്നത് 13ലേക്കാണ് 13 എന്ന് പറയുമ്പോൾ ഇയാൾ 1 ആണ് അവിടെ വാല്യൂ. ഇനി അടുത്തത് 8th പൊസിഷൻ 9th പൊസിഷൻ 14ലേക്കാണ് പോകുന്നത് 14 എന്ന് പറയുന്നത് ഇയാൾ 1 അല്ലേ 1. അടുത്തത് 10th പൊസിഷൻ 11 ആണ് 11th പൊസിഷനിലുള്ള 1 ആണ്, ഇപ്പോൾ 1. ഇനി 11th പൊസിഷന് പോകുന്നത് 9th-ലേക്കാണ് 9 ഇവിടെ 0 ആണ്. 12th പൊസിഷൻ പോകുന്നത് 7ലേക്കാണ് 7 ആണ് 7 0 ആണ് അല്ലേ 0. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത 13 16ലേക്കാണ് 16 ഇവിടെ 0 ആണ് 16th പൊസിഷൻ. 14th പൊസിഷൻ പോകുന്നത് 15th പൊസിഷനാണ് 15th പൊസിഷനിൽ 0 ആണ്. 15th പൊസിഷൻ പോകുന്നത് 1th പൊസിഷനിലാണ് 1th പൊസിഷനിൽ ഇവിടെ 0 ആണ്. 16th പൊസിഷൻ പോകുന്നത് 10th പൊസിഷനിലേക്കാണ് 10th പൊസിഷനിലോ 0 തന്നെ. ഓക്കെ, അപ്പോൾ W4 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കീ 5 അപ്ലൈ ചെയ്താൽ Y കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാനുള്ളത്? ഇനി
കീ 5 ഇനിയിപ്പം VNR നമുക്ക് കിട്ടി. W4 കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മിനിറ്റ്. ഇവിടെ ഒരു നമ്മളുടെ ലിങ്ക് പ്രകാരം ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. V4 കിട്ടി. V4 കിട്ടിക്കഴിഞ്ഞാൽ വൈയിലേക്കാണ് അല്ലേ പോകുന്നത്. W3 ഇല്ല അവിടെ. ഓ ഐ എം വെരി വെരി സോറി. ഇവിടെ ഒരു ഇത് എക്സ്ട്രാ നമ്മൾ ചെയ്തു. ഇത് ചെയ്യേണ്ടിയില്ലായിരുന്നു. കാരണം V4 കഴിഞ്ഞാൽ V4 പിന്നെ കീ 5 കൊടുത്തിട്ട് നമ്മളെന്താണ് വൈ കിട്ടും. അപ്പം ഐ എം വെരി വെരി സോറി. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. W4 കാണാൻ നിൽക്കണ്ട. കാരണം V4 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കീ 5 അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം പെർമ്യൂട്ടേഷനിൽ നോക്കാം. ഞാനതാ നമ്മൾ പ്രൊസീജിയറിൽ നോക്കിയാൽ മതി. ഞാൻ അപ്പോഴാണ് നോക്കിയത്. വെരി വെരി സോറി. ഇതാ W3 V4 കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നത് എന്താണ്? K5 അപ്ലൈ ചെയ്തിട്ട് വൈയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കാം. തൊട്ട് മുകളിലത്തെ പ്രൊസീജിയർ നോക്കാം. നോക്കാം. VNR കിട്ടും പ്ലസ് ഇതാ VNR കിട്ടിക്കഴിഞ്ഞാൽ, അതായത് VNR എന്ന് പറഞ്ഞാൽ NR = 4 ആണ്. VNR + 5 അല്ലേ? 4 NR 4 ആണ്. 4 + 1 എന്ന് പറഞ്ഞാൽ 5 കിട്ടിയാൽ വൈ കിട്ടി. സിഫർ ടെക്സ്റ്റ് ആയി. വെരി വെരി സോ. അപ്പം നമുക്ക് ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഇനി എന്ത് ചെയ്യാം? കീ 5 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. കീ 5 അവിടെ വരൂ നമ്മളുടെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു. ടീം കണ്ടോ കോപ്പി. ഓക്കെ, Ctrl V. ഓക്കെ, ഇതങ്ങ് ഡിലീറ്റ് ചെയ്താണ്. ഇതിന് ആവശ്യമല്ലേ ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ കീ 5 ചെയ്താൽ y = എക്സോറിങ് ചെയ്യണം അല്ലേ? ഇതിനെയാണ് നമ്മൾ എക്സോറിങ് ചെയ്യുക. 0 1 എന്ന് പറയുമ്പോൾ 1, 1 1 എന്ന് പറയുമ്പോൾ 0, 1 1 എന്ന് പറയുമ്പോൾ 0 0. ഇനി 0 1 എന്ന് പറയുമ്പോൾ 0, സോറി 0 0 എന്ന് പറയുമ്പോൾ 0, 0 1 എന്ന് പറയുമ്പോൾ 1, 0 0 എന്ന് പറയുമ്പോൾ 0, 0 1 എന്ന് പറയുമ്പോൾ 1, 0 0 0, 0 1 എന്ന് പറയുമ്പോൾ 1, 1 0 എന്ന് പറയുമ്പോൾ 1 അല്ലേ? 1 എഴുതിയിട്ടില്ല. 1 1 0 എന്ന് പറയുമ്പോൾ 1, 1 1 എന്ന് പറയുമ്പോൾ 0, 0 1 1 0 എന്ന് പറയുമ്പോൾ 1, 0 0 എന്ന് പറയുമ്പോൾ 0 0. This is our cipher text. ഇതാണ് നമ്മളുടെ സിഫർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ SPN മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഇതാണ്. നിങ്ങൾ ഒരു ഹോംവർക്ക് ഇതുപോലെ ഉണ്ടാക്കുക. ഒരു പെർമ്യൂട്ടേഷൻ നമുക്ക് ഇഷ്ടമുള്ള കൺസ്ട്രക്ട് ചെയ്യുക. LM = തന്നെ LM 16 തന്നെ ആവണമെന്നില്ല. 16 എടുക്കുന്നതാണ് നല്ലത്. LM = അല്ലെങ്കിൽ L = 2, M = 2 വെച്ചിട്ട് ഒന്ന് അതും ചെയ്യുക. NR = 2, NR = 4 അങ്ങനെ പോകാൻ അല്ല. NR = 3, കീ 3 ആയിക്കോട്ടെ. 4th എലമെൻ്റ് ആയിക്കോട്ടെ. 16 ബിറ്റ് അല്ല, അത് നിങ്ങളുടെ ഇതിൽ നിന്ന് വരുന്നതാണ്. LM ഉപയോഗിച്ചിട്ട് 4 ബിറ്റാണ് വരിക കേട്ടോ. അപ്പോൾ 2ലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേണ്ട, 16ൽ തന്നെ ചെയ്തോളൂ. നിങ്ങൾക്ക് അതല്ല ഇപ്പോൾ പറഞ്ഞുള്ളൂ. 16 4, M = 4, N = 4. ഇതിലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. അടുത്തത് ഹോംവർക്ക് ഏതാ? ഹോംവർക്ക് അറിയാം. ഒരു L = 12 ഉള്ളൂ. L = 4, M = 3. ഓക്കെ, NR = 4. അടുത്ത് ഇതും ചെയ്യാം കേട്ടോ. ഓക്കെ,
ഇതും ചെയ്യാം. അപ്പം എമ്മിന് എത്ര പൊസിഷനിലുണ്ടാവും? 4 എണ്ണം വരുമ്പോൾ ഒരു എലമെൻറ്റ് പ്ലെയിൻ ടെക്സ്റ്റിൽ എലമെൻറ്റ് വരിക 4 ഒന്ന് ടപ്പിൾസ് വരും. 4 ടപ്പിൾസ് 1 0 1 1 ഇതിൻ്റെ 4 4 4 തന്നെ 16 തൊട്ട് മോളിൽ ചെയ്തോണ്ടല്ലേ തന്നെ ഇത്. പിന്നെ 0 1 0 0 1 0 0 3 ടപ്പിളാവും, 3 ബ്ലോക്കേ ഉണ്ടാവുള്ളൂ അല്ലേ? കാരണം എം ആണ് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്, എൽ എത്ര എലമെൻറ്റ്, അതിൽ ഒരു ബ്ലോക്കിൽ എത്ര എലമെൻറ്റ് ഉണ്ടെന്ന് തീരുമാനിക്കാം. ഓക്കെ, ഇതും ചെയ്യാം, ഇങ്ങനത്തെ മോഡലും ചെയ്യാം കേട്ടോ. ഈ രണ്ടും ചെയ്തിട്ട് വരിക. അപ്പോൾ 4 3 12 ബിറ്റ് ഉണ്ടാവും, 12 ബിറ്റ് ഉണ്ടാവും. അപ്പോൾ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യണം, പൈസും പൈ ഇതും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നോട് ബന്ധപ്പെടുക കേട്ടോ. ഓക്കെ, താങ്ക് യു.